സ്വർണവും രത്നങ്ങളും കൊണ്ടുപോകാൻ ഇനി ഇ-വേ ബിൽ നിർബന്ധം. സ്വർണവും വിലയേറിയ രത്നങ്ങളും കൊണ്ടുപോകാൻ ഇ-വേ ബിൽ നിർബന്ധമാക്കി. 10 ലക്ഷമോ അതിന് മുകളിലോ മൂല്യമുള്ള സ്വർണത്തിന്റെയും വജ്രത്തിന്റെയും കേരളത്തിനകത്തുള്ള ചരക്ക് നീക്കത്തിനാണ് ഇ-വേ ബിൽ ബാധകമാക്കിയത്. ഇന്നു മുതൽ തീരുമാനം പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞു. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് കമ്മീഷണറുടെ നോട്ടിഫിക്കേഷൻ പ്രകാരമാണ് പുതുക്കിയ തീയതി പ്രാബല്യത്തിൽ കൊണ്ടുവന്നത്. ഇതിനായുള്ള അഡീഷണൽ ഓപ്ഷൻ ഇ-വേ ബിൽ പോർട്ടൽ ലഭ്യമാക്കിയിട്ടുണ്ട്. നേരത്തെ ജനുവരി 1 മുതൽ ഇ-വേ ബിൽ നിർബന്ധമാക്കിയിരുന്നെങ്കിലും ഇ-വേ ബിൽ ജനറേഷൻ പോർട്ടലിലെ ചില സാങ്കേതിക തടസ്സങ്ങൾ കാരണം ഇത് താൽക്കാലികമായി മാറ്റിവെച്ചിരുന്നു. നിലവിൽ ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ട്. വിൽപ്പനയ്ക്കായും എക്സിബിഷൻ, ഹോൾമാർക്കിംഗ്, ജോബ് വർക്ക് അടക്കമുള്ള ഏതു വിധത്തിലുള്ള ചരക്ക് നീക്കത്തിനും സംസ്ഥാനത്തിനകത്ത് ഇ-വേ ബിൽ നിർബന്ധമാണ്. രജിസ്ട്രേഷൻ ഇല്ലാത്ത വ്യക്തിയിൽ നിന്ന് സ്വർണവും വജ്രവും വാങ്ങുന്ന വ്യക്തിയോ സ്ഥാപനമോ ചരക്ക് നീക്കത്തിന് മുമ്പായി ഇ-വേ ബിൽ ജനറേറ്റ് ചെയ്തിരിക്കണം. ഇ-വേ ബില്ലിന്റെ പാർട്ട് എ ആണ് ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്കായി ജനറേറ്റ് ചെയ്യേണ്ടത്. ഈ വിഭാഗത്തിലുള്ളവർക്ക് ഇ-വേ ബില്ലിന്റെ പാർട്ട് ബിയിലെ വിവരങ്ങൾ ലഭ്യമാക്കേണ്ട ആവശ്യമില്ല. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. സ്വർണം, രത്നം എന്നിവയുടെ അനധികൃത കടത്ത് തടയാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് നിയമം കൊണ്ടുവന്നിരിക്കുന്നത്.